അപ്പോൾ നമ്മൾ ഇതുവരെ കാണിച്ചതിൽ നിന്നൊരു വെറൈറ്റി വണ്ടി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇത് ബജാജിൻ്റെ കോമ്പാക്റ്റ് തന്നെയാണ് വണ്ടി. KL11 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന അവിടുത്തെ മോഡൽ തന്നെ പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. നമ്മളിതുവരെ കാണിച്ചിട്ടുള്ളത് നമ്മളെ ഈ ഒരു ഏരിയയിൽ വരുന്ന വർക്കായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം കോഴിക്കോട് തന്നെ പണിയെടുപ്പിച്ചിട്ടുള്ള ആ ഒരു കണ്ടീഷനാണ്. നമ്മൾ കസ്റ്റമറേക്ക് നിന്ന് വന്നിട്ടുള്ള ഒരു കണ്ടീഷനിലാണ്. സീറ്റ് വർക്കൊക്കെ നല്ല ഒരു വെറൈറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി വർക്കാണ്, നമ്മളിവിടെ കാണുന്ന ഒരു മോഡലല്ല. അതേപോലെ പറയുകയാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ വണ്ടിക്ക് അലോയ് വീലാണ്. നമ്മുടെ സാധാ വണ്ടികളുടെ കൊടുക്കുന്ന ആ ഒരു വീലല്ല, അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാ കയറ്റിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പുതുപുത്തൻ ടയറാണ് വണ്ടിക്ക് ഇട്ടിട്ടുള്ളത്. അലോയ് വീലിൻ്റെ ആ ഒരു സൂട്ടായിട്ടുള്ള പുതുപുത്തൻ 3 ടയറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു സൈഡൊന്നും നമുക്കിപ്പോൾ അടുത്തൊന്നും നോക്കണ്ടില്ല. അലോയിലായതുകൊണ്ട് തന്നെ വണ്ടി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതേപോലെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡത്തെ തൂണുകളും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊന്നും തുരുമ്പും കാര്യങ്ങളൊന്നും പേടിക്കേണ്ടതില്ല. സൈഡിൽ നമ്മളെ ഒരു സ്ലൈഡ് മോഡലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ളൊരു വണ്ടി തന്നെയാണ്. 2019 മോഡലാണ്. പുതിയ പെയിൻറ്റിങ് വെച്ചിട്ടുള്ള വണ്ടിയാണ്. പാച്ച് വർക്കൊന്നും നമുക്കിനി ഇപ്പോൾ അടുത്തൊന്നും നോക്കേണ്ടതില്ല. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അതുപോലെ 2019 മോഡൽ ഈ ഒരു വണ്ടിയുടെ പേപ്പർ എന്ന് പറയുന്നത് പുതിയത് എടുക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരു 2 കൊല്ലത്തിന് കംപ്ലീറ്റ് പേപ്പർ നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. 2019 ആയതുകൊണ്ട് തന്നെ 2 വർഷം റിന്യൂവൽ പേപ്പർ കിട്ടുന്ന വണ്ടിയാണത്. അറിയാത്തവർക്ക് പറഞ്ഞുതരാം, ബജാജ് 3 ടൈപ്പ് വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ബജാജിൻ്റെ കോമ്പാക്റ്റ് കുട്ടി ഡീസൽ എന്ന് പറയുന്നത്, പിന്നെ ബജാജിൻ്റെ മാക്സിമ. അത് കുട്ടി ഡീസലിൽ നിന്നും കുറച്ചും കൂടെ ഒരു വലിയ വണ്ടിയായിട്ട് വരും. കുറച്ചുകൂടെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് മാക്സിമ. അതിനേക്കാൾ ഒന്നും കൂടെ വരുന്നതാണ് ബജാജിൻ്റെ എക്സൈഡ്. അതിലൊന്നും കൂടെ ലഗേജ് സ്പേസും അതുപോലെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഒരു ചെറുതായിട്ട് കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുവിൽ നിൽക്കുന്ന ഈ ഒരു മോഡൽ ബജാജിൻ്റെ മാക്സിമ എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. ഇത് 2018 മോഡലിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. സീറ്റിംഗ് ഒക്കെ നല്ലൊരു വെറൈറ്റിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കണ്ടാൽ തന്നെ ഒരു കാറിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ സെറ്റപ്പ് ഉണ്ട് വണ്ടി കാണാൻ. അതേപോലെ പുതിയ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ്ങും അതുപോലെ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ അടുത്തൊന്നും നമുക്ക് പേടിക്കേണ്ടതില്ല. എല്ലാ വർക്കും കഴിച്ചിട്ടുള്ളതാണ്. പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പാച്ച് വർക്കൊക്കെ തീർത്തിട്ടാണ് പെയിൻറ്റിങ് ചെയ്യുക. അപ്പോൾ ആ ഒരു സൈഡൊന്നും നമുക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല. വണ്ടിക്ക് പുതിയ പേപ്പർ എടുത്തിട്ടും കൊടുക്കുന്നതാണ്. ബജാജിൻ്റെ മാക്സിമ ഈ ഒരു വണ്ടി ആർക്കെങ്കിലും താല്പര്യം നോക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ബജാജിൻ്റെ പറഞ്ഞതുപോലെ തന്നെ പിയാജിയോൻ്റെ ഇറക്കിയിട്ടുള്ളതിൽ ഒരു മീഡിയം സൈസിൽ വരുന്ന വണ്ടിയാണിത്. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി അതേപോലെ ചെറിയൊരു ലഗേജ് സ്പേസ് ഒക്കെ വരുന്ന ആപ്പ സിറ്റി എന്ന് പറയുന്ന ഒരു മോഡലാണ്. KL58 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2018 മോഡലാണ് വണ്ടി. ഈ വണ്ടിയുടെ കംപ്ലീറ്റ് വർക്കും ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറോ അല്ലെങ്കിൽ പാച്ച് വർക്കോ സംബന്ധമായ ഒരു പണികളും നോക്കേണ്ടതില്ല. പേടിക്കാതെ ധൈര്യമായിട്ട് 4-5 വർഷം ഓടാവുന്ന ഒരു വണ്ടി തന്നെയാണ്. ബാക്കിലൊരു എക്സ്ട്രാ ബമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി. നമുക്ക് പാച്ച് വർക്ക് അതുപോലെ പെയിൻറ്റിങ്, സീറ്റ് വർക്കുകൾ, ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് വർക്കും ചെയ്ത് നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ഓടാം. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ കയ്യിൽ ബജാജിൻ്റെ ഒരു കോമ്പാക്റ്റ് കൂടെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു മഞ്ചേരി സൈഡ് വർക്കാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2022 മോഡലാണെങ്കിൽ കൂടി ഇതിൽ ഒരു പാച്ച് വർക്ക് ഒന്നും നമുക്ക് കാണുന്നില്ല. നല്ല വൃത്തിയിൽ കൊണ്ടുനടന്ന ഒരാളുടെ വണ്ടിയായിട്ട് തോന്നുന്നുണ്ട്. കാരണം അത്രയും വൃത്തി ഈ ഒരു വണ്ടിക്ക് കാണുന്നുണ്ട്. കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് സീറ്റ് വർക്കൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ ഇൻറ്റീരിയർ വുഡ് വർക്കൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള പെയിൻറ്റിങ്, നല്ല വൃത്തിയുള്ളൊരു വണ്ടി. നമ്മൾ ഡയറക്റ്റ് വന്ന് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു വൃത്തി മനസ്സിലാവും. എൻജിൻ കണ്ടീഷനൊന്നും നമുക്ക് പേടിക്കാനില്ല. ആകെ ജസ്റ്റ് 3 വർഷത്തെ ഉപയോഗം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഓടിയിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്ത മാസമാണ് വണ്ടിയുടെ പേപ്പർ വരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കും. 2 വർഷം ധൈര്യമായിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ നമുക്ക് എടുക്കുന്നവർക്ക് മുതലാക്കി ഓടാവുന്നതാണ്.